എങ്ങനെയാണ് എൻ്റെ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് 3000+ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു ഡ്രോയിങ് വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് എനിക്ക് 1.3 മില്യൺ പ്ലസ് വ്യൂസും 3000+ സബ്സ്ക്രൈബേഴ്സും കിട്ടി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രൂഫ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതേ കണ്ടില്ലേ, വീഡിയോ അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ഈ ഒരു ഒറ്റ ഷോട്ടിൽ നിന്നാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിരിക്കുന്നത്, മൾട്ടിപ്പിൾ വീഡിയോസിൽ നിന്നല്ല. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ 5 പ്രാക്ടിക്കൽ പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. പോയിന്റ് നമ്പർ 1, ഐ ചൂസ് എ സെർച്ച് ഫസ്റ്റ് ടോപ്പിക്, നോട്ട് എ ട്രെൻഡ്. ഈ വീഡിയോ വൈറലാവാനുള്ള കാരണം ഇതിന്റെ ട്രെൻഡിങ് മ്യൂസിക്കോ എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് വൈറലാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ആളുകൾ സെർച്ച് ചെയ്തിരുന്ന ടോപ്പിക് ഇതായിരുന്നു. യൂട്യൂബ് സെർച്ചിൽ വന്നു കഴിഞ്ഞാൽ അതൊരു എവർഗ്രീൻ ട്രാഫിക് ആണ്. നമ്മുടെ അക്കൗണ്ടിലോട്ട് ഒത്തിരി ട്രാഫിക്കിനെ അത് കൊണ്ടുവരും, ഒത്തിരി ഓഡിയൻസിനെ നമ്മളുടെ അക്കൗണ്ടിലോട്ട് കൊണ്ടുവരും. ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടിയ ഇൻസൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 83% ട്രാഫിക്കും യൂട്യൂബ് സെർച്ച് എന്നാണ് വന്നിരിക്കുന്നത്. അതായത് മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കണം, ഈ ഒരു ടോപ്പിക്കിൽ ഞാനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് സെർച്ച് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് നമ്മുടെ ഡെയിലി ലൈഫിന് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഒരു കുക്കിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും നമ്മളൊരു ഡൗട്ട് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ചോദിക്കില്ലേ, ഹൗ ടു അല്ലെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്താണ് ചോദിക്കുന്നത്. അത് സെർച്ച് ചെയ്യുന്നതാണ് നമ്മൾ. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് സെർച്ചബിൾ ആണോ, സെർച്ചബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് സെർച്ചബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ പകുതി പണി അവിടെ കഴിഞ്ഞു. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഈ വീഡിയോ അനലിറ്റിക്സിൽ പോയിട്ട് ഈ അഡ്വാൻസ്ഡ് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ബൈ കണ്ടന്റ് എന്ന് പറഞ്ഞ് കിട്ടും. അതിൽ നമ്മൾ ലൈഫ് ടൈം കൊടുക്കുക. ഈ ഒരു ഡേറ്റ് മാറ്റിയിട്ട് നമ്മൾ സിൻസ് അപ്ലോഡഡ് ലൈഫ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാച്ച് ടൈം, സബ്സ്ക്രൈബേഴ്സ്, എസ്റ്റിമേറ്റഡ് റവന്യൂ ഇതെല്ലാം കാണാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് ഡൗണിൽ കണ്ടന്റിൽ പോയിട്ട് ട്രാഫിക് സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഏതൊക്കെ ട്രാഫിക്കിൽ നിന്നാണ്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വ്യൂസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, യൂട്യൂബ് സെർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിരിക്കുന്നത് എനിക്ക്. പിന്നെ ബ്രൗസ് ഫീച്ചർ, ഷോർട്സ് ഫീഡ്, അങ്ങനെ ഷോർട്സ് ഫീഡിൽ നിന്നൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. യൂട്യൂബ് സെർച്ച് ചെയ്താണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാ വീഡിയോസിന്റെ ഇതുപോലെ നോക്കാൻ പറ്റും. പോയിന്റ് നമ്പർ 2, ദ ടൈറ്റിൽ ഡിഡ് 50% ഓഫ് ദ വർക്ക്. മിക്ക ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീഡിയോയിൽ മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഞാൻ ഇതിൽ ടൈറ്റിലും കൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് മിസ് ദ എൻഡ്, 48 hours വർക്ക് ഇൻ 40 seconds, മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ് ഞാൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതാണ് അവിടുത്തെ ഒരു മെയിൻ കാര്യം. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു തരത്തിലുള്ള ഫാൻസി വേർഡ്സ് യൂസ് ചെയ്തിട്ടില്ല. ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ടൈറ്റിലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ ആൾക്കാരും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യന് ആൻസർ വരുന്ന രീതിയിൽ വേണം നമ്മൾ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. പോയിന്റ് നമ്പർ 3, ഐ ഹുക്ഡ് പീപ്പിൾ ഇൻ ദ ഫസ്റ്റ് 2 seconds. അതായത് എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ മഞ്ഞുമൽ ബോയ്സിന്റെ എന്തോ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റി ഓഡിയൻസിന് ഒരു ക്യൂരിയോസിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആളുകൾ വാച്ച് ചെയ്യുന്ന ആ 2 to 3 seconds ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീഡിയോയുടെ 2 to 3 seconds ആളുകൾ വാച്ച് ചെയ്യാതെ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഹായ് ഗായ്സ് എന്നോ അല്ലെങ്കിൽ ഞാനൊരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാണ്. അതിന്റെ പ്രോസസ്സ് കാണിക്കുന്നു, എന്തോ ഒരു സസ്പെൻസ് ബിൽഡ് ചെയ്യുന്നു, ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കാണിക്കുന്നു. ചില വീഡിയോസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് റിയാക്ഷൻ്റെ ഒരു ഇച്ചിരി ഭാഗം ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതും ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യും. സോ ഔട്ട്കം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു എക്സ്പ്ലനേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഒരു ഔട്ട്കം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങാതെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ് എന്ന് പറഞ്ഞ് തുടങ്ങുക. അപ്പോൾ അത് ഓഡിയൻസിൽ കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യും. പോയിന്റ് നമ്പർ 4, ഐ മെയ്ഡ് പീപ്പിൾ വാച്ച് ടിൽ ദ എൻഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ വീഡിയോ യൂട്യൂബ് പുഷ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ വാച്ച് ടൈമാണ്. ആളുകൾ ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കണ്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ടൈറ്റിലിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡോണ്ട് മിസ് ദ എൻഡ് എന്ന്. അപ്പൊ തന്നെ ഓഡിയൻസിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്തോ എൻഡിൽ വരുന്നുണ്ടെന്നുള്ളത്. അതാണ് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത്. സോ ആളുകൾക്ക് ആ റിസൾട്ട് കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് ആളുകൾ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടത്. അൺനെസസറി ആയിട്ടുള്ള ടോക്കിംഗ് ഈ വീഡിയോയിൽ ഇല്ല. ജസ്റ്റ്
നമ്മൾ പോയിന്റിലോട്ട് വരുന്നു, റിസൾട്ട് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഓൾവേസ് പ്രോമിസ് സംതിങ് അറ്റ് ദ എൻഡ്. അവസാനം എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഒരു പ്രോമിസ് കൊടുക്കുക ഓഡിയൻസിന്, എന്നിട്ട് അത് ഡെലിവർ ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. പോയിന്റ് നമ്പർ 5, ഐ ടോൾഡ് വ്യൂവേഴ്സ് എക്സാക്ട്ലി വൈ ടു സബ്സ്ക്രൈബ്. മിക്ക ക്രിയേറ്റേഴ്സും മിസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണിത്. ആളുകൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. നമുക്കൊരു കാരണം കൊടുക്കണം അവർക്കത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു നീഷ് കാണിക്കുന്നുണ്ട്, ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നീഷാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് എന്റെ സൈഡിൽ നിന്ന് ഇനിയും ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു ട്രസ്റ്റും ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ എന്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ കാണാൻ ആളുകൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും വന്നിട്ട് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് ഓഡിയൻസ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു റീസൺ ആണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 5 പോയിന്റ്സും ഈ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതിൽ നിന്ന് ചിലപ്പോൾ റിസൾട്ട് വരണം എന്നില്ല. അപ്പൊ നിങ്ങൾ അനലിറ്റിക്സിൽ പോയിട്ട് ഓരോ വീഡിയോസും അനലൈസ് ചെയ്യുക, എവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് വന്നിരിക്കുന്നത്. യൂട്യൂബ് സെർച്ചിൽ നിന്നാണ് റിസൾട്ട് വന്നിരിക്കണമെങ്കിൽ ആ വീഡിയോ വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ അതുപോലെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഈ ഒരു മെത്തേഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.